7 പേർക്കെതിരെ നടി നൽകിയ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിലെ ഫ്ളാറ്റിലെത്തി മൊഴിയെടുത്തു. DIG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴിയെടുത്തത്. എല്ലാ വശങ്ങളും കൃത്യമായി പരിശോധിക്കുമെന്ന് DIG അജിത ബീഗം വ്യക്തമാക്കി. കേസെടുക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മൊഴിയെടുപ്പിന് ശേഷം തീരുമാനമെന്നും അജിത ബീഗം പറഞ്ഞു. ഇവിടെ ഒരു മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു വിക്ടിമിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും നമുക്ക് കിട്ടിയിട്ടുള്ള കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മൊഴി രേഖപ്പെടുത്തി അതിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ആക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് അടുത്ത ആക്ഷൻ ഈ മൊഴിയുടെ ബേസിസിലായിരിക്കും ഉണ്ടാവേണ്ടത്. എണ്ണമൊന്നുമല്ല, എല്ലാം SITയുടെ പരിഗണനയിലാണ്. ഇതിനുവേണ്ടി സ്പെഷ്യലായിട്ട് SIT ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ SITയുടെ പരിഗണനയിലാണ് എല്ലാ കംപ്ലയിൻസും വരുന്നത്. അത് അന്വേഷിച്ച് അത് അനുസരിച്ചിട്ടുള്ള ലീഗൽ ആക്ഷൻ എല്ലാ ആസ്പെക്ട്സും തറവായിട്ട് നോക്കിയിട്ട് അതനുസരിച്ചുള്ള രജിസ്ട്രേഷൻ, അതായത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ചെയ്തിട്ട് പിന്നീട് നമുക്ക് SITക്ക് ഇൻവെസ്റ്റിഗേഷൻ ഹാൻഡ് ഓവർ ചെയ്യുന്നത് SITക്ക് ആയിരിക്കും. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അശ്വിൻ, എത്ര നേരമായിരുന്നു ഈ മൊഴിയെടുപ്പ്? അതിനുശേഷം DIG അജിത ബീഗം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? വേണു, ചോദ്യം ചെയ്യൽ മൊഴിയെടുപ്പിന്റെ പ്രാഥമിക ഘട്ടം പൂർത്തിയായ ശേഷം IPS ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇവിടെ നിന്ന് മടങ്ങിയിട്ടുള്ളത്. ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരകത്ത്, അതായത് അന്വേഷണ സംഘത്തിന്റെ ഭാഗമായ മറ്റുദ്യോഗസ്ഥർ ഈ നടിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മൊഴി രേഖപ്പെടുത്തി അതവരെ വായിച്ചു കേൾപ്പിച്ച് അവരുടെ ഒപ്പ് രേഖപ്പെടുത്തേണ്ട നടപടി കൂടിയാണ് ഇനി അവസാനിക്കേണ്ടത്. ആ നടപടികൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഇതുവരെ ലഭിച്ച അല്ലെങ്കിൽ പൂർണ്ണമായും പൂർത്തിയാകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് DIG വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു നടപടികളിലേക്ക് കടക്കും. ഈ പ്ലേസ് ഓഫ് അക്രമം, എവിടെയാണ് അക്രമം നടന്നത് എന്ന അടിസ്ഥാനമാക്കി ആ സ്ഥലം ഇരിക്കുന്ന ലോക്കൽ പോലീസ് സ്റ്റേഷനിലായിരിക്കും ഇതിന്റെ കേസ് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം അവിടെ നിന്ന് അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയാണ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ നടപടിക്രമമായി അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതായത് ഈ നടി നൽകിയിരിക്കുന്നത് 7 പരാതികളാണ്. അത് പലതും പല സ്റ്റേഷൻ പരിധികളിൽ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ നടി നൽകിയ പരാതിയിൽ വിവിധ സ്റ്റേഷനുകളിൽ, ഒന്നിലധികം പോലീസ് സ്റ്റേഷനുകളിൽ കേസെടുക്കേണ്ടി വരും എന്നുള്ളതാണ് അതിന്റെ വസ്തുത. എന്തായാലും അതടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇപ്പോഴും ആ ചോദ്യം ചെയ്യലിന്റെ അവസാനഘട്ട നടപടികളിലേക്ക് കടക്കുകയാണ്. ഈ ചോദ്യം ചെയ്യലിന് വലിയ പ്രാധാന്യം കൂടിയുണ്ട്. നിർണായകമായ മൊഴി രേഖപ്പെടുത്തലാണ്. ആ മൊഴി രേഖപ്പെടുത്തലിന് വലിയ പ്രാധാന്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് MLA മുകേഷിനെതിരായ ആരോപണം അതിൽ വലിയ ഗുരുതരമായ ആരോപണമാണ് ലൈംഗിക പരാതിയായി ഉന്നയിച്ചിരിക്കുന്നത്. അതുകൂടാതെ ജയസൂര്യക്കെതിരായ രണ്ടാമത്തെ പരാതിക്കാരി കൂടിയാണ് ഈ നടി. അതടക്കമുള്ള നിർണായക വെളിപ്പെടുത്തലുകളാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ നടി നടത്തിയിരുന്നത്. അത് ഒന്നുകൂടി അന്വേഷണ സംഘത്തിന് മുന്നിൽ വിശദീകരിക്കും. ഒപ്പം മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താത്ത ചില കാര്യങ്ങളുണ്ട് എന്ന് നടി വ്യക്തമാക്കിയിരുന്നു. അതുകൂടി ഈ അന്വേഷണ സംഘത്തോട് പറയുമെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. നൽകാനുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറും. ഒപ്പം മുൻകാലങ്ങളിൽ ഈ പരാതികൾ ചിലരോട് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അവരുടെ വിവരങ്ങളും കൈമാറുന്നുണ്ട്. ഒരുപക്ഷെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി അത്തരത്തിൽ മുൻപ് ഈ പരാതി കൈമാറിയ ആളുകളെ കൂടി, അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എന്തായാലും മൊഴി രേഖപ്പെടുത്തൽ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ശരി, അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. മുകേഷ് അടക്കം 7 പേർക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ നടിയുടെ മൊഴിയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിലെത്തി രേഖപ്പെടുത്തിയത്.